അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അതേ മുറ്റോടെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു. കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ്, അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ ഞാൻ കുളിച്ചത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് കുളിയൊക്കെ കഴിയുക. അപ്പോൾ 2-3 കായ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കായ വറക്കാൻ വിചാരിച്ചു. എന്നും ഈ കായുപ്പേരും അല്ലെങ്കിൽ പരിപ്പും കായൊക്കെ തന്നെയല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വേണ്ടേ. അപ്പോൾ ഇതേ കായ വറുത്ത് മമ്മി അപ്പോഴേക്കും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേ ചായയൊക്കെ കുടിക്കുകയാണ്. കുഞ്ഞെന്ത് ചെയ്യുക, കായ വറുത്തതിലൊക്കെ ഇട്ട് പരതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചായ കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അന്നൊന്ന് അടിച്ചു വാരി തുടയ്ക്കാമെന്ന്. ഇനി പകൽ സമയങ്ങളിൽ തുടയൊന്നും നടക്കില്ല കാര്യമായിട്ട്. അപ്പോൾ ഒന്ന് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കാൻ വിചാരിച്ചു. അടുക്കളയാണ് കേട്ടോ ഒതുക്കാൻ നമുക്ക് അത്യാവശ്യം പാടുള്ളത്, കാരണം സ്പേസ് കുറവാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും വലിച്ചു വാരിയൊക്കെ ആയിരിക്കും നമ്മൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് അടുക്കളയിൽ പൊതുവേ സ്പേസ് കുറവാണ്. അത്യാവശ്യം നല്ല വർഷത്തിൽ പഴക്കമുണ്ട്, ഏകദേശം ഒരു 50-60 വർഷത്തിന് പഴക്കമുണ്ട് ഈ വീടിന്. ഞാനൊരു ദിവസം ഹോം ടൂർ ചെയ്യാം കേട്ടോ. അങ്ങനെ ഒതുക്കൽ ഏകദേശം തീരാറായപ്പോൾ നല്ല രീതിയിൽ പാത്രങ്ങൾ കഴുകാനുമായിട്ട്. അപ്പോൾ ഞാനതൊക്കെ അവിടെ കഴുകി വെച്ചു. അതിനിടയിൽ ഇതേ കുഞ്ഞും വന്ന് വാശി പിടിച്ച് ഞാൻ അവളെയും കൊണ്ട് റൂമിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ എന്തായാലും റൂമിൽ വന്നതല്ലേ, കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദേ അങ്ങനെ തുണികളൊക്കെ മടക്കി വെച്ചു. അപ്പോൾ പിന്നെ മമ്മി പറഞ്ഞു ഒന്ന് കുരിശ് വരയ്ക്കാമെന്ന് പറഞ്ഞ് പ്രാർത്ഥനയും കഴിഞ്ഞു കേട്ടോ. എന്നെ സംബന്ധിച്ച് എൻ്റെ പണികളൊന്നും കറക്റ്റായിട്ട് ഒരിക്കലും നടക്കില്ല കേട്ടോ. ഒരു പണി നമ്മൾ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റ് സമയത്ത് ഒരിക്കലും കഴിയില്ല, കാരണം അപ്പോഴേക്ക് അവൾ എന്തെങ്കിലുമൊക്കെ ബഹളം ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ തുടയ്ക്കാൻ വേണ്ടി ഞാൻ പകുതി റൂം തുടച്ചപ്പോഴേക്കും ദേ അവൾ അലമ്പായി. ഞാൻ വീണ്ടും തിരിച്ച് അങ്ങോട്ടേക്ക് തന്നെ പോയി. അപ്പോൾ അവളൊന്ന് മമ്മിയുടെ അടുത്താക്കിയിട്ട് ഞാൻ തിരിച്ച് വന്നതേ ബാക്കിയുള്ള ഏരിയയും കൂടി ഒന്ന് വൃത്തിയാക്കാണ്. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ വിശപ്പ് തുടങ്ങിയിട്ടാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു കഷ്ണം പുട്ടിരിക്കണ്ടായിരുന്നു. രാത്രി ചോറ് കഴിക്കുന്നത് എനിക്ക് പൊതുവെ ഇഷ്ടമല്ല. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കുഞ്ഞിനെ അവിടെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് അമ്മയെന്ന് വിളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, കടുക് പൊട്ടിക്കാൻ മഞ്ഞപ്പൊടി ഇടുക, ഒരു മുട്ട പൊട്ടിച്ചിട്ടിട്ട് ഈ പുട്ട് അങ്ങനെ പൊടിച്ചിടാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. നിങ്ങളുടെ വീട്ടിലിങ്ങനെ പുട്ടൊക്കെ ബാലൻസ് വരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. പുട്ട് മാത്രമല്ല, നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നൂലപ്പോ ഇഡ്ഡലി ഞാനിതുവരെ ട്രൈ ചെയ്തിട്ടില്ല. നൂലപ്പൊക്കെ ബാലൻസ് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു കാപ്പി വെച്ച് കുടിക്കാറുണ്ട്. പൊതുവെ ഞാൻ ചേട്ടൻ വന്നിട്ടാണ് ചായ കുടിക്കാറ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞിരുന്നു നേരത്തെ കഴിച്ച ആൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്നാൽ കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ പണികളെല്ലാം കഴിഞ്ഞല്ലോ എന്ന് വെച്ച് സന്തോഷിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ ഞാൻ രാവിലെ തന്നെ അപ്പത്തിന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അരയ്ക്കണം. പൊതുവെ ഞാൻ സാധാരണ വെള്ളത്തിലിട്ടാന്ന് തന്നെ അരക്കൽ കുറവാണ്, നിങ്ങൾക്കറിയാലോ. ഇന്ന് എന്തോ രണ്ടും കൽപ്പിച്ച് അരയ്ക്കാൻ വിചാരിച്ചു, കാരണം നാളത്തേക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ അതേ തേങ്ങ ചിരണ്ടി അങ്ങനെ അപ്പത്തിനുള്ള മാവൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ദേ അപ്പത്തിൻ്റെ പരിപാടി ഏകദേശം റെഡി ആയപ്പോഴേക്കും സിങ്കിൽ അത്യാവശ്യം പാത്രങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ മനുഷ്യന്മാരെക്കാളും കൂടുതൽ പാത്രങ്ങളാണ് ചില സമയത്ത്. അന്ന് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് പാത്രങ്ങൾ നോക്കിയാലോ ഇതൊന്നും കാണൂല കേട്ടോ. ഞാൻ ദേ വീണ്ടും പാത്രങ്ങളൊക്കെ കഴുകി അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാണ്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഈവനിങ് വ്ലോഗ് ഏകദേശം ഇവിടെ സമാപനമായി തുടങ്ങിയിട്ടാണ്. പിന്നെ ദേ അടുക്കളയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് ഞാൻ റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ.